അപ്പം അന്ന് തന്നെ എൻ്റെ കഴുത്തേൽ ഗ്ലൂക്കോസിൻ്റെ ടിന്നുണ്ടല്ലോ, അത് കെട്ടിത്തൂക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഈ സംഭാവന പെട്ടിന്ന് പറഞ്ഞ് എഴുതി. പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ ട്രെയിനിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ശീലമുണ്ട്. ഞാൻ അന്നേനെ നോർത്തിൽ വന്ന് ട്രെയിൻ കയറി ആലുവ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ആദ്യമേ ഇറങ്ങണത്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെ കുറേ അനാഥ പിള്ളേർ, പെണ്ണുങ്ങൾ, സമരിയക്കാർ പോലുള്ള പെണ്ണുങ്ങളുണ്ട്. അവരൊക്കെ അവിടെ വെച്ച് വിളമ്പി തിന്നണം. ഞാനും അതിലൊരു അംഗമായി. അത് കഴിഞ്ഞ് അവിടെ അങ്ങനെ അപ്പോൾ എനിക്ക് താമസിക്കാനായിട്ട് 4 ദിവസമൊക്കെ ബസ് സ്റ്റാൻഡിൽ തന്നെ അവിടെ അവരുടെ ഒപ്പമൊക്കെ നമുക്ക് ഇരുന്നത്. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറയണത് അങ്ങനെ വീട് വിട്ട് വന്നിട്ടുള്ള ഓരോ പിള്ളേരുണ്ടാവുമല്ലോ, അവരാണ് എന്നെ ശുശ്രൂഷ നോക്കണത്. രാത്രിയാകുമ്പോൾ വീട്ടിൽ വരും. കാരണം പകൽ വരരുന്ന വീട്ടുകാരുടെ ഇത്. കാരണം കണ്ടു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസിന് വീക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചില കള്ളപ്പുള്ളികൾ പോണ പോലെയാണ് വീട്ടിൽ പോണത്. രാത്രിയാകുമ്പോൾ തലയും കുനിച്ച്